അഞ്ചാമത്തെ ഹീറ്റ്സിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഹീറ്റ്സിലേക്ക് വരുമ്പോൾ സെന്റ് പയസ് ഇതുവരെ ജയിച്ചിട്ടില്ല എങ്കിലും മികച്ച മത്സരം നടത്തുന്നു. മങ്കൊമ്പിൽ നിന്നുള്ള വള്ളമാണ്. അതോടൊപ്പം തന്നെ ജവഹർ തായങ്കരി 5 തവണ കപ്പടിച്ചിട്ടുള്ള ജവഹർ തായങ്കരി ഉണ്ട്. അതോടൊപ്പം തന്നെ പായിപ്പാടൻ 1-ാം നമ്പർ വള്ളം പായിപ്പാടനുണ്ട്. ഇങ്ങനെ ആദ്യ മത്സരത്തിൽ 4ാമത്തെ മത്സരത്തിൽ നടുഭാഗം ചുണ്ടൻ വ്യക്തമായ സമയം കുറിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 2ാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ 3ാമത്തെ ഹീറ്റ്സ് മത്സരം മേപ്പാടൻ ചുണ്ടൻ കൃത്യമായിട്ടുള്ള സമയം കുറിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് വ്യക്തമായിട്ടുള്ള സമയം, എല്ലാ തരത്തിലും വ്യക്തമായിട്ടുള്ള സമയം, ഇഞ്ചോടിഞ്ച് സമയമാണ് വന്നിട്ടുള്ളത്. മേപ്പാടനാണ് ഇതുവരെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നയിച്ചിട്ടുള്ള മേപ്പാടൻ ചുണ്ടനാണ് ഏറ്റവും മികച്ച സമയം. 4 മിനിറ്റ് 22 സെക്കൻഡിൽ അവർ 1142 മീറ്റർ അടങ്ങുന്ന ട്രാക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് വരികയാണ്. തൊട്ടു പിന്നിൽ തലവടി ചുണ്ടനാണുള്ളത്. തലവടി ചുണ്ടൻ 4.23 4:23 UBC തലവടി നയിച്ച ചുണ്ടൻ 2ാം സ്ഥാനത്തുണ്ട്. കാരിച്ചാല 4:30 കണ്ണ ഓർത്ത് വെച്ചോളൂ. ഒന്നും നടക്കില്ല. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഏത് കരക്കാരായാലും ശരി, കായൽപ്പുറമ്പിൽ കായലിൽ നടക്കുന്നത് സംശയിക്കേണ്ട കാര്യമില്ല. 8 സെക്കൻഡിന്റെ പോരാട്ടം അത് ഇപ്പോൾ മേപ്പാടിന് അനുകൂലമായി നിൽക്കുന്നു. കാരിച്ചാൽ ഇപ്പോൾ 3ാമതാണ്. ഹീറ്റ്സ് മത്സരങ്ങളിൽ 5 പൂർത്തിയാകുമ്പോൾ 4 പൂർത്തിയാകുമ്പോൾ അടുത്ത വള്ളം വിട്ടു. ആ വള്ളങ്ങൾ 3 വള്ളങ്ങളിങ്ങനെ തുഴഞ്ഞു വരികയാണ്. സെന്റ് പയസ്, ജവഹർ തായങ്കരി, പായിപ്പാടൻ നമ്പർ 1. ആ 3 വള്ളങ്ങളിങ്ങനെ വാശിയോടുകൂടി തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ച കണ്ടില്ലേ? അത് 2ാമത്തെ ട്രാക്കിലേക്ക് പാഞ്ഞു പോകുന്ന ജവഹർ തായങ്കരി അത്ര മോശമൊന്നുമല്ല. 77-ലും 78-ലും 85-ലും 2010-ലും 2018-ലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുന്നമട തുഴഞ്ഞു വന്ന് എത്രയാണെന്നറിയോ? 4.20 സെക്കൻഡിലാണ് പുന്നമട തുഴഞ്ഞു വന്നത്. 4.20 എന്ന് പറയുമ്പോൾ നല്ല സമയമാണ്. ആ 4.20 ഏറ്റവും മികച്ച സമയം, ഹീറ്റ്സിലെ ഏറ്റവും മികച്ച സമയവും കുറിച്ചിട്ടിരിക്കുകയാണ് പുന്നമട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ചെറിയ കഴിഞ്ഞില്ല. 4.21 അവിടെയും കുഴപ്പമില്ല. കാരിച്ചാലിത 6ാം സ്ഥാനത്തേക്കാണ് എന്നുകൂടി ഓർക്കുക. ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ എനിക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു വാശിയോടുകൂടിയുള്ള മത്സരം, അതായത് ഈ മത്സരം കാണുക. 3ാമത്തെ ട്രാക്കിലൂടെ പായിപ്പാടൻ നമ്പർ 1 പായിപ്പാടൻ ചുണ്ടനിത വ്യക്തമായ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തന്നെ 1ാമത്തെ ട്രാക്കില് സെന്റ് പയസ ചെറിയ വള്ളമാണ്, ഇതുവരെ ജയിച്ചിട്ടില്ല എങ്കിലും നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നു. ജവഹർ തായങ്കരി 5 തവണ വിജയിച്ചിട്ടുണ്ട്. 1977, 78, 85, 2010, 2018 നെഹ്റു ട്രോഫിയിൽ മൊത്തമിട്ട ആ വള്ളം പക്ഷേ 5ാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഇതാ ഇഞ്ചോടിഞ്ച് മത്സരവുമായിട്ട് 1ഉം 2ഉം 1ഉം 3ഉം ട്രാക്കിലുള്ള പായിപ്പാടനും സെന്റ് പയസും ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു ജവഹർ തായങ്കരി അത് തുഴഞ്ഞു കയറി വാ, ഞങ്ങളൊന്ന് കാണട്ടെ. പക്ഷേ സെന്റ് പയസിന്റെയും അതുപോലെ തന്നെ പായിപ്പാടൻ നമ്പർ 1-ന്റെയും ഒരു തുഴച്ചിലുണ്ടല്ലോ. ആ കാഴ്ച കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു 3ാം ട്രാക്കിലുള്ള പായിപ്പാടൻ നമ്പർ 1 പക്ഷേ ഈ പറയുന്ന 4.21 ആ സമയത്തിലേക്ക് എത്തില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. കാര്യം അതിനെ ആ ഒരു ആവേശത്തോടു കൂടിയുള്ള തുഴ അല്ലെങ്കിൽ പോലും വലിയ ആവേശം. സെന്റ് പയസ് സ്ട്രെങ്ത് വർഷങ്ങൾ പഴക്കമുള്ള വള്ളമാണ്. മങ്കൊമ്പിൽ നിന്നുള്ള സെന്റ് പയസ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. വലിയ വാശിയോടുകൂടി സജി വർഗീസും PC കുരുവിളയുമാണ് ക്യാപ്റ്റന്മാർ. ക്യാപ്റ്റനും അതുപോലെ തന്നെ ജവഹർ തായങ്കരി വേഗത്തിലൊന്ന് തുഴഞ്ഞു ആ ജവഹർ തായങ്കരി അല്പം പിന്നിലാണ്. 5 തവണ കപ്പൊക്കെ അടിച്ചെങ്കിലും ജവഹർ തായങ്കരിക്ക് ഇപ്പൊ മഴ പെയ്തപ്പോൾ അവരുടെ തണുപ്പടിച്ചത് കൊണ്ടാകും തോന്നുന്നു ജവഹർ തായങ്കരിക്ക് ആ മഴ ഒരു ചെറിയ പ്രശ്നമായെന്ന് പറയേണ്ടി വരും. തായങ്കരി പതുക്കെ താളത്തിലൊക്കെ പാട്ടും പാടി വരുന്നതേ ഉള്ളൂ. എന്നാൽ അതിന് തഞ്ചത്തിൽ ഇങ്ങനെ തുഴഞ്ഞു വരികയാണ്. എടുത്തു പറയണം. 1-3 സെന്റ് പയസ്, 2-3 പായിപ്പാടൻ നമ്പർ 1. പായിപ്പാടൻ നമ്പർ 1 പായിപ്പാടൻ കരുത്ത് തെളിയിക്കുകയാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പായിപ്പാടൻ 1ാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ട് എന്റെ പൊന്ന് പായിപ്പാടൻ ഒന്ന് തുഴഞ്ഞു പോണ. കുമരകത്തു നിന്നുള്ള കോട്ടയത്തു നിന്നുള്ള ആൾക്കാർ വേഗത്തിൽ തുഴഞ്ഞു പോവാ. കണ്ടോണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. വേഗം തുഴഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് പോവാ. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവാ. എന്തൊരു കാഴ്ചയാണെന്ന്. വെള്ളത്തുള്ളികളെ തള്ളി മാറ്റിക്കൊണ്ട് ആ വള്ളങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്
പായിപ്പാടൻ ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ വരികയാണ്. അഞ്ചാമത്തെ ഹീറ്റ്സ് എത്തുമ്പോൾ എതിരാളികളെ വളരെ കൃത്യമായ രീതിയിൽ പിന്തള്ളിക്കൊണ്ട് പായിപ്പാടനും അതോടൊപ്പം തന്നെ സെന്റ് പയസും എത്തിയിട്ടില്ല. ഓ എത്തി വളരെ വ്യക്തമായ രീതിയിൽ വളരെ വ്യക്തമായിട്ട് വളരെ പാടുകളുടെ കുമരകം ബോട്ട് ക്ലബ്ബ് നമുക്കൊരു കാര്യം